ദിവസമായിട്ടും ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താനാകാതെ പോലീസ്. ബംഗളൂരു കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും കാര്യമായ പുരോഗതിയില്ല. അറസ്റ്റ് വൈകുന്നത് ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നു. പരാതിക്കാരി മുഖ്യമന്ത്രിയെ കണ്ടെന്ന വിവരം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയത്. മണ്ഡലത്തിലെ കണ്ണാടിയിൽ പ്രചാരണത്തിനിടെ ഡിസംബർ 27-നാണ് രാഹുലിനെ കാണാതാകുന്നത്. രാഹുലിനെ അന്ന് കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചതാണ് പോലീസ്. 10 ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് രാഹുലിനെ കണ്ടെത്താനായിട്ടില്ല. രാഹുൽ ഒളിച്ചു താമസിക്കുന്നത് കർണാടകയിലാണെന്ന് പോലീസ് ഉറപ്പാക്കിയിരുന്നു. ബംഗളൂരിലടക്കം പ്രത്യേക അന്വേഷണ സംഘം തിരച്ചിലും നടത്തി. മുൻകൂർ ജാമ്യം തള്ളിയ ദിവസം കാസർഗോഡ് രാഹുൽ കീഴടങ്ങുമെന്ന വിവരത്തിന് പിന്നാലെ വൻ പോലീസ് സന്നാഹവും ഒരുക്കി. പക്ഷേ രാഹുൽ വന്നില്ല. പോലീസിന്റെ നീക്കങ്ങളെക്കുറിച്ച് പോലീസിൽ നിന്ന് തന്നെ രാഹുലിന് വിവരം ലഭിക്കുന്നുണ്ടോ എന്ന സംശയം ചിലർ ഉയർത്തുന്നുണ്ട്. പോലീസിന് രാഹുലിനെ കണ്ടെത്താനായില്ലെന്ന് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയാൽ അറസ്റ്റ് ചെയ്യുന്ന പതിവ് കേരളത്തിലില്ലെന്നും പറഞ്ഞു. ഒരു കോടതിയുടെ മുന്നിൽ ജാമ്യാപേക്ഷ നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിനതൊരു തടസ്സമല്ല. പക്ഷേ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു രീതി അതിൻ്റെ തീരുമാനം വരുന്നതുവരെ കാത്തു നിൽക്കലാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിൽ ഇദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ചെന്നിരിക്കുന്നു. അത് ഹൈക്കോടതി സ്വീകരിച്ച് ഒരു തീയതിയിലേക്ക് കേസ് കേൾക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് കോടതിയുടെ നടപടിയുടെ ഭാഗമാണ്. രണ്ടാമത്തെ കേസിൽ മൊഴിയെടുക്കുന്നതിന് മുന്നോടിയായി പരാതിക്കാരിയുമായി SIT സംഘം ആശയവിനിമയം നടത്തി. 2 ദിവസത്തിനുള്ളിൽ മൊഴി രേഖപ്പെടുത്താനാണ് നീക്കം. വ്യക്തിഗത വിവരങ്ങൾ പരസ്യപ്പെടുമോ എന്ന ആശങ്ക SIT സംഘത്തോട് അതിജീവിത പങ്കുവച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.